നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അഴിമാവ് പാലത്തിൽ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാത്തതിനെതിരെ താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ചൂട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു. തൃപ്രയാർ ജലോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. പാർലമെന്റ് മാർച്ചിന്റെ മുന്നോടിയായി സിപിഐ കാൽനട പ്രചരണ ജാഥകൾ നടത്തി. വാർത്തകൾ തുടരുന്നു. അഴിമാവ് പാലത്തിൽ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാത്തതിനെതിരെ താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ചൂട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു. 20 കോടിയോളം രൂപ ചിലവഴിച്ച് താന്യം എടതുരുത്തി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന അഴിമാവ് പാലം ഉദ്ഘാടനം കഴിഞ്ഞ് 3 വർഷം പിന്നിട്ടിട്ടും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റി ചൂട്ട് കത്തിക്കൽ സമരം നടത്തി. താന്യം, ചാഴൂർ, അന്തിക്കാട് പ്രദേശങ്ങളിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുന്നതിന് ഏറെ സഹായമായിട്ടുള്ള ഈ പാലത്തിലൂടെ രാത്രിയാത്ര വെളിച്ചമില്ലാത്തതിനാൽ ഏറെ ദുഷ്കരമാണ്. കൂടാതെ പാലത്തിനു സമീപം സാമൂഹ്യ വിരുദ്ധരുടെയും ലഹരി വിൽപ്പനക്കാരുടെയും സങ്കേതമായിരിക്കുകയാണ്. ഉദ്ഘാടന സമ്മേളനത്തിൽ 3 മാസത്തിനകം സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കാമെന്ന ഭരണപക്ഷത്തിന്റെ വാഗ്ദാനം ഇതുവരെ നടപ്പാക്കാൻ സാധിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ചൂട്ടുകത്തിക്കൽ സമരം പാലത്തിൽ നടത്തിയത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആന്റോ തൊറയൻ ചൂട്ടുകത്തിച്ച് നൽകി ഉദ്ഘാടനം ചെയ്തു. ട്രഷറർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ VK സുശീലൻ, MK ചന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ഹബീബുള്ള PM, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MB സജീവ്, പ്രവാസി കോൺഗ്രസ് ജില്ലാ ട്രഷറർ EM ബഷീർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റോയ് ആന്റണി, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഗ്രീന പ്രേമൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് മാധവൻ നായർ എന്നിവർ സംസാരിച്ചു. ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇത് ഈ ലൈറ്റുകൾ സ്ഥാപിക്കുമെന്ന് പറഞ്ഞ അവർ തന്നെ ഇന്ന് അധികാരത്തിൽ നിന്ന് മാറി. അന്നും എടത്തുരുത്തി പഞ്ചായത്ത് ഭരിക്കുന്നത് LDF ആണ്. അതുപോലെ തന്നെ താന്യം ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് LDF ആണ്. ഇതുവരെ കോൺഗ്രസ് ഇവിടെ ഭരിച്ചിട്ടില്ല. പക്ഷേ വാഗ്ദാനങ്ങൾ എന്നും വാഗ്ദാനങ്ങളായി നിലകൊള്ളുകയാണ്. ഇതിനെതിരെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരം ഒരു സമരം നമ്മൾ നടത്തിയിട്ടുള്ളത്. CPI നടത്തുന്ന ഡൽഹി മാർച്ചിന്റെ പ്രചരണാർത്ഥം വലപ്പാട് ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തുന്ന പദയാത്ര CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K. രാജൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റി മെമ്പർ VR മോഹൻദാസ് അധ്യക്ഷനായി. സെക്രട്ടേറിയറ്റ് മെമ്പർ AG സുഭാഷ്, നാട്ടിക MLA ഗീതാ ഗോപി, KP സന്ദീപ്, മണ്ഡലം സെക്രട്ടറി KM കിഷോർ കുമാർ, MV സുരേഷ്, ലോക്കൽ കമ്മിറ്റി മെമ്പർമാരായ സുജിന്ദു പുല്ലാട്ട്, KS ഉണ്ണികൃഷ്ണൻ, ഹിരൺ KV, ഹരിദാസ് പനക്കൽ, യതീന്ദ്രദാസ് പാതാട്ട്, മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശശിധരൻ PK എന്നിവർ സംസാരിച്ചു. ജാഥ ക്യാപ്റ്റൻ കിഷോർ വാഴപ്പള്ളി, വൈസ് ക്യാപ്റ്റൻ വസന്ത ദേവലാൽ, മാനേജർ രാജൻ പട്ടാട്ട് എന്നിവർക്ക് സ്വീകരണം നൽകി. സാർവത്രികമായിട്ടുള്ള പൊതുജനാരോഗ്യവും പൊതുവിദ്യാഭ്യാസവും നടപ്പിലാക്കണമെന്നും ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റ് സ്ത്രീകളെ ജനാധിപത്യ ഇന്ത്യയെ തന്നെ പറ്റിക്കുന്ന വിധത്തിൽ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ പാർലമെന്റ് ഏകകണ്ഠമായി അംഗീകരിച്ച വനിതാ സംവരണ ബിൽ നടപ്പിലാക്കണമെന്നും എല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെപ്റ്റംബർ 1 ജന്തർ മന്ദർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് ലക്ഷക്കണക്കായ കമ്മ്യൂണിസ്റ്റ് വളണ്ടിയർമാർ മാർച്ച് നടത്തുകയാണ്. കമ്മ്യൂണിസ്റ്റ് വളണ്ടിയർമാർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഡൽഹി സംസ്ഥാനം നാം കേന്ദ്രീകരിക്കുമ്പോൾ ഇന്ത്യയുടെ എല്ലാ മേഖലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട സമര വളണ്ടിയർമാർ ഈ സമരത്തിലേക്ക് പങ്കെടുക്കാൻ യാത്ര തിരിക്കുന്നുണ്ട്. കേരളത്തിലെ ഓരോ ലോക്കൽ കമ്മിറ്റികളിൽ നിന്നും ഓരോ ഘടകങ്ങളിൽ നിന്നും നേരത്തെ തന്നെ തീരുമാനിച്ചു നിശ്ചയിച്ച 1500 വളണ്ടിയർമാരാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഡൽഹി മാർച്ചിന് ഒരു പ്രത്യേക ട്രെയിൻ തന്നെ എടുത്തുകൊണ്ട് 20 ബോഗികളുള്ള ഒരു ട്രെയിൻ തന്നെ ഉറപ്പിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള പാർലമെന്റ് മാർച്ചിന് നേതൃത്വം നൽകുകയാണ്. വാഴക്കുളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമം നടത്തി. തൃപ്രയാർ വാഴക്കുളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ക്ഷേത്ര നടപ്പുരയിൽ മേൽശാന്തി TK സുധൻ ശാന്തി, രാജ് ശാന്തി, സുകേഷ് ശാന്തി എന്നിവരുടെ നേതൃത്വത്തിൽ മഹാഗണപതി ഹോമം നടന്നു. നിരവധി ഭക്തർ മഹാഗണപതി ഹോമത്തിൽ പങ്കെടുത്തു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പ്രസാദ് വാഴക്കുളത്ത്, ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി AN സിദ്ധപ്രസാദ്,
ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ EVN പ്രേംദാസ്, ഗൗരി ശങ്കരനാരായണൻ, ഷാജി പുളിക്കൽ, രാമദാസ് ചുക്കൂട്ട്, അശോകൻ ചെമ്പിപ്പറമ്പിൽ, ശങ്കരനാരായണൻ വേദോട്ടിൽ, അഭിമന്യു മയൂർ, സുകുമാരി മോഹനൻ, ഗിരിജ പ്രസാദ്, സജി ഷാജി, മണികണ്ഠൻ ഒളവട്ടത്ത്, പീതാംബരൻ ചക്കാമടത്തിൽ, ചന്ദ്രൻ വേളേക്കാട്ട്, സുനിൽ ഏങ്ങൂർ, അംബിക ടീച്ചർ, ഷീന അജയൻ, ശൈല രാജൻ, റിയ മനീഷ്, ദീപ അനിൽ, സിത സുനിൽ, ഷുജ അശോകൻ, സിന്ധു സീതപ്രസാദ് എന്നിവർ മഹാഗണപതി ഹോമത്തിനും പ്രാർത്ഥനയ്ക്കും നാമജപത്തിനും നേതൃത്വം നൽകി. CPI ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നാട്ടിക ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ കാൽനട പ്രചാരണ ജാഥ സംഘടിപ്പിച്ചു. നാട്ടിക സെന്ററിൽ നടന്ന ചടങ്ങിൽ ഗീതാഗോപി MLA ജാഥ ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റനും CPI നാട്ടിക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ മണി നാട്ടിക, വൈസ് ക്യാപ്റ്റനും നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറിയുമായ സീമ രാജൻ, ജാഥ ഡയറക്ടറും CPI മണ്ഡലം കമ്മിറ്റി അംഗവുമായ VV പ്രദീപ് എന്നിവർക്ക് പതാക കൈമാറിയിട്ടാണ് ജാഥ തുടക്കമിട്ടത്. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം പോളി ജംഗ്ഷനിൽ നടന്ന സമാപന സമ്മേളനം CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി KM കിഷോർ കുമാർ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗവും വാർഡ് മെമ്പറുമായ TC ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. CPI ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ബിജു KR, CPI തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം M സ്വർണലത ടീച്ചർ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം AG സുഭാഷ് തുടങ്ങിയവർ ജാഥയെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ മണി നാട്ടിക, TR വിജയരാഘവൻ, VV പ്രദീപ്, സീമ രാജൻ എന്നിവർ സംസാരിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, വർഗ ബഹുജന സംഘടനാ നേതാക്കൾ എന്നിവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി. മാത്രമല്ല, നിലവിലുള്ള തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക ഒന്നാമത്തെ കാര്യം. രാജ്യത്തെ ഗവൺമെന്റിന്റെ നേരിട്ടും ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലുമൊക്കെ ജീവനക്കാരെ നിയമിക്കുന്നില്ല ഗവൺമെന്റ്. അത്യാവശ്യത്തിന് ആരെങ്കിലും എടുക്കണമെങ്കിൽ താൽക്കാലികമായി ഡെയിലി വേജസിന് അല്ലെങ്കിൽ കരാറടിസ്ഥാനത്തിലോ ജീവനക്കാരെ വെച്ച് ആ ജോലി ചെയ്യിപ്പിക്കുക. അതല്ലാതെ ഒരാളെയും സ്ഥിരം നിയമനം നടത്തുന്നില്ല. തൃപ്രയാർ ജലോത്സവം സംഘാടക സമിതി ഓഫീസ് തുറന്നു. തിരുവോണ നാളിൽ നടക്കുന്ന തൃപ്രയാർ ജലോത്സവം സംഘാടക സമിതി ഓഫീസ് ഗീതാഗോപി MLA ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ PM മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. താനിം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ, പ്രേമചന്ദ്രൻ വടക്കേടത്ത്, അംബിക ടീച്ചർ, അമർ സിംഗ് കുന്നുങ്ങൽ, ബെന്നി തട്ടിൽ, ആൻഡോ തൊറയൻ, വത്സൻ കുറുപ്പത്ത്, K ദിനേശ് രാജ, CJ റോബിൻ, MS സജീഷ്, MV പവനൻ എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ മിനി സിവിൽ സ്റ്റേഷൻ എതിർവശത്തുള്ള കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തിക്കുക. ഓഗസ്റ്റ് 26-നാണ് തൃപ്രയാർ ജലോത്സവം. ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് മുൻവശം കനോലി കനാലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 20-ലധികം ഇരുട്ടുകുത്തി ചുരുളൻ വള്ളങ്ങൾ പങ്കെടുക്കും. ജലഘോഷയാത്രയും നടക്കും. തൃപ്രയാർ ജലോത്സവം തിരുവോണ നാളിൽ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ നമ്മൾ കരയിൽ ഒന്നിക്കുന്ന ഏറ്റവും നല്ലൊരു സാംസ്കാരിക ഉത്സവം തന്നെയാണ്. ഈ പരിപാടി വളരെ സമുചിതമായി ആഘോഷിക്കുന്നതിന് വേണ്ടി തൃപ്രയാറിൻ്റെയും താനിയം പഞ്ചായത്തിൻ്റെയും പൗരാവലി ഇതിൻ്റെ പ്രവർത്തനം വളരെ കൃത്യമായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംഘാടക സമിതി ഓഫീസാണ് ഇന്നിവിടെ നാടിനെ സമർപ്പിക്കുന്നത്. വലപ്പാട് ബീച്ച് അരയംപറമ്പിൽ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. നിർവാല്യ ദർശനം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, പ്രസാദ വിതരണം എന്നിവയുണ്ടായി. ക്ഷേത്രം ശാന്തിമാരായ ജിനേഷ്, മുരളി എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം പ്രസിഡന്റ് AM പ്രേംഭൂഷൺ, സെക്രട്ടറി AB രാജീവ്, രക്ഷാധികാരി AP ഗിരിജ ശങ്കർ, ഭരണസമിതി അംഗങ്ങളായ AM രഞ്ജിത്ത്, AA രജിത്ത്, ഷീജ ബാബു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഓം സത്യം ഓം ഭൂർഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ആഭോ ജ്യോതി രസോമൃതം അമൃതം ബ്രഹ്മ ഭൂർഭുവസ്വരോ. ഓം ധും ഉത്തിഷ്ഠ പുരുഷ ഹരിപിംഗള
ലോഹിതാക്ഷ ധനധാന്യ രത്ന സമൃദ്ധിമേ ദേഹി ദദാഭയ സ്വാഹ. ഓം ആം ഹ്രീം ക്രോം ഏഹി ഏഹി. വാടാനപ്പള്ളി മർച്ചന്റ്സ് അസോസിയേഷൻ ഓഗസ്റ്റ് 9 വ്യാപാര ദിനം ആചരിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് വി ആർ അരുണൻ പതാക ഉയർത്തി. ജനറൽ സെക്രട്ടറി അബ്ദുൽ ജബ്ബാർ അറയ്ക്കൽ, അസോസിയേഷൻ മുൻ പ്രസിഡന്റ് വി എസ് സുഗതൻ, ട്രഷറർ ചാരുദ മൊയ്തീൻ, കമ്മിറ്റി അംഗങ്ങളായ മേരി ലോനപ്പൻ, ദേവദാസ്, ഫ്രാൻസിസ് പി വി, സലീം സി എ, പവിത്രം സുഭാഷ്, റോയ്, നാരായണദാസ്, ധന്യ എന്നിവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Dr. Rishi's Imaging Ultrasound Scan Center and Digital Mammography. Ground floor, Dr. Jyoti's ENT Clinic, എടമുട്ടം. പരിശോധന ഞായറൊഴികെ എല്ലാ ദിവസവും രാവിലെ 9 മുതൽ വൈകുന്നേരം 6 വരെ. എടമുട്ടത്തിന് ഇനി അഭിമാനിക്കാം. അൾട്രാസൗണ്ട് സ്കാനിംഗ് മാത്രമല്ല, വേദനയില്ലാതെ കഴുത്തിലെ മുഴകളിൽ നിന്നുള്ള ബയോപ്സി പരിശോധന, അതിസാങ്കേതിക മാമോഗ്രാം, ലിവറിലെ കൊഴുപ്പിന്റെ അളവും കട്ടിപ്പും അറിയാനുള്ള ഇലാസ്റ്റോഗ്രാഫി, കാലുകളിലെയും കഴുത്തിലെയും രക്തസംക്രമണം അറിയാനുള്ള ഡോപ്ലർ എന്നീ പരിശോധനകൾ ഏറ്റവും വിദഗ്ധനായ റേഡിയോളജിസ്റ്റിന്റെ നേതൃത്വത്തിൽ ചെയ്തു കൊടുക്കുന്ന സ്ഥാപനം. അൾട്രാസൗണ്ട് അബ്ഡോമൻ, നെക്ക്, സോഫ്റ്റ് ടിഷ്യൂസ്, ലിവർ സ്കാൻ, ലിവർ ഫൈബ്രോസിസ് ആൻഡ് ഫാറ്റ് എസ്റ്റിമേഷൻ, കളർ ഡോപ്ലർ, USG ഗൈഡഡ് FNAC, ഡിജിറ്റൽ മാമോഗ്രാഫി. For scan booking 7994 085566. കേബിൾ ഇന്റർനെറ്റ് സേവനങ്ങൾ ഇനി ഒരൊറ്റ ആപ്പിൽ. നിങ്ങളുടെ ഡിജിറ്റൽ ജീവിതം കൂടുതൽ എളുപ്പമാക്കാൻ കേരള വിഷൻ സ്മാർട്ട് ആപ്പ്. പരാതികൾ തൽക്ഷണം രജിസ്റ്റർ ചെയ്യാം, ലൈവായി ട്രാക്ക് ചെയ്യാം. കമ്പനിയുടെ പുതിയ ഓഫറുകളും പാക്കേജുകളും ഉടനടി അറിയാം. ഇ-കൊമേഴ്സ് ഷോപ്പിംഗും ലോക്കൽ സർവീസുകളും വീട്ടിലിരുന്ന് നേടാം. നിങ്ങളുടെ ബ്രോഡ്ബാൻഡ്, ഡിജിറ്റൽ TV എന്നിവയുടെ അന്വേഷണങ്ങൾക്കും പരാതികൾക്കും സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യൂ. കൂടാതെ പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. കേരള വിഷൻ സ്മാർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുത്ത് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ സമ്മാനമായി നേടൂ. ശ്രാവണം 2026. ഇത്തവണയും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടാൻ ശ്രാവണം അരങ്ങിലെത്തുകയാണ്. തിരുവാതിര, കൈകൊട്ടികളി, ഓണപ്പാട്ട്, സിനിമാറ്റിക് ഡാൻസ്, നാടൻ പാട്ട് തുടങ്ങി മറ്റ് ഓണാഘോഷ ഗ്രൂപ്പ് കലാപരിപാടികൾ അവതരിപ്പിക്കാൻ താൽപ്പര്യമുള്ളവർ വിളിക്കുക 8089510449. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ മൺസൂൺ ഓഫർ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. തൃപ്രയാർ ലയൺസ് ക്ലബ്ബ് സോഷ്യൽ വെൽഫെയർ ഹാളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും തിമിരരോഗ നിർണയവും നടന്നു. തൃപ്രയാർ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കൊച്ചിൻ ഐ ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, മാക്കെയർ ഡയഗ്നോസ്റ്റിക്സ് വലപ്പാട്, മഹിമ കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി സെന്റർ വലപ്പാട് എന്നിവയുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും തിമിരരോഗ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. നേത്ര പരിശോധനയ്ക്ക് പുറമെ ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ, ദന്തപരിശോധന, കേൾവി പരിശോധന, സംസാര പരിശോധന തുടങ്ങിയ വിവിധ ആരോഗ്യ പരിശോധനകളും സൗജന്യമായി നടത്തി. ക്യാമ്പിൽ തിമിരരോഗം കണ്ടെത്തിയ രോഗികൾക്ക് കൊച്ചിൻ ഐ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ സൗജന്യ തിമിര ശസ്ത്രക്രിയയ്ക്കുള്ള
സൗകര്യവും ഒരുക്കിയിരുന്നു. ആവശ്യമായ രോഗികൾക്ക് തുടർ ചികിത്സയ്ക്കുള്ള നിർദ്ദേശങ്ങളും നൽകി. സമൂഹത്തിലെ സാധാരണക്കാർക്ക് ആവശ്യമായ ആരോഗ്യ പരിശോധനകളും ചികിത്സാ സഹായവും സൗജന്യമായി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിന്റെ സേവന പ്രവർത്തനങ്ങൾക്ക് തൃപ്രയാർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജിസ ആന്റണി, സെക്രട്ടറി ശ്യാം പത്തായക്കാട്ടിൽ, ട്രഷറർ ജീജ വ്യാസ ബാബു എന്നിവർ നേതൃത്വം നൽകി. ലയൺ ലീഡർമാരായ പ്രതാപൻ കളത്തിൽ, ബിന്ദു സുരേന്ദ്രൻ, മാധവ മേനോൻ പി, രാമചന്ദ്രൻ കെ, വ്യാസബാബു VS, വേണുഗോപാൽ, ഭാഷ് ഞാറ്റുവെട്ടി, സുരേഷ് NM, ആന്റണി AA, ഗോവിന്ദൻ മാസ്റ്റർ, സാനി ജോസഫ്, ബിൽട്ടൺ തച്ചിൽ, സുധീർ KS എന്നിവർ നേതൃത്വം നൽകി. സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ആരോഗ്യ പരിപാലനത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇങ്ങനെ ക്യാമ്പ് നടത്തിയിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന എല്ലാ ടെസ്റ്റുകളും വളരെ ഫ്രീ ആയിട്ട് ആരോഗ്യമാണ് സമൂഹത്തിൻ്റെ സമ്പത്ത് എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് അത് ആ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു മഹത്തായ സംരംഭമാണ് ഇന്ന് തൃപ്രയാർ ലയൺസ് ക്ലബ്ബ് ഈ ക്യാമ്പിലൂടെ നടപ്പിലാക്കി വരുന്നത്. കയ്പമംഗലം സഹോദര സംഘം ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ഇല്ലംനിറ, ലക്ഷ്മി നാരായണ പൂജ, ആനയൂട്ട് എന്നിവ നടത്തി. ക്ഷേത്രം മേൽശാന്തി പ്രമോദ് മുഖ്യകാർമ്മികത്വം വഹിച്ചു. ബിനോയ് പാണപ്പറമ്പിലാണ് ഇല്ലംനിറയ്ക്കുള്ള നെൽക്കതിർ ദേവിക്കായി സമർപ്പിച്ചത്. ക്ഷേത്രം മുഖ്യരക്ഷാധികാരി രവീന്ദ്രൻ കരിമ്പറമ്പിൽ, പ്രസിഡന്റ് ഷജിൽ കരിമ്പറമ്പിൽ, സെക്രട്ടറി ബിനോയ് പാണപ്പറമ്പിൽ, ട്രഷറർ നന്ദകുമാർ കുര്യാക്കോട്ട്, എക്സിക്യൂട്ടീവ് അംഗങ്ങളും സന്നിഹിതരായിരുന്നു. തുടർന്ന് പ്രസാദക്കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. പെരിഞ്ഞനം വെസ്റ്റ് ഓണപ്പറമ്പ് പണ്ടാരപ്പറമ്പിൽ പീടികപ്പറമ്പിൽ ധർമ്മദൈവ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും മൃത്യുഞ്ജയ ഹോമവും നടത്തി. ക്ഷേത്രം തന്ത്രി നന്ദകുമാർ മുഖ്യകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. സജീവ് അധ്യക്ഷനായി. ക്ഷേത്രം പ്രസിഡന്റ് PR സജീവ്, സെക്രട്ടറി PR ജയപാലൻ, ട്രഷറർ ജയലക്ഷ്മി, എക്സിക്യൂട്ടീവ് മെമ്പർ സുജീവ്, രാജീവ്, സുരേന്ദ്രൻ, സുനീഷ് എന്നിവർ സംസാരിച്ചു. കാര്യങ്ങൾക്ക് നമ്മളെ പൂജ കാര്യങ്ങളും മറ്റുള്ള വഴിപാടുകളും കിട്ടുന്നതിൽ നമ്മുടെ ചെലവ് കഴിച്ചിട്ട് എന്തെങ്കിലും നമുക്ക് നീക്കിയിരിപ്പ് വരുന്നുള്ളൂ. പക്ഷെ എല്ലാവരും ആ കൂട്ടായ്മ ഒരു സഹകരണം കൊണ്ട് ഇതുവരെ നമുക്ക് ഇങ്ങനെയൊക്കെ സാധിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, നമ്മൾ ഓരോ വർഷവും നമ്മളെ ക്ഷേത്ര പുരോഗതിയിലേക്കാണ്. നമ്മളെ ഈ ഊട്ടുവര ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഓരോ ഊട്ടുവര നമുക്ക് നല്ലൊരു രീതിയിൽ എല്ലാ വീട്ടും വന്നിരിക്കാനും നമ്മുടെ ഭക്ഷണമൊക്കെ ദേവിത പ്രസാദ നടത്താനൊക്കെ സാധിക്കുന്ന വിധത്തിൽ നമുക്കൊരു ഹാള് കിട്ടി. അതുപോലെ തന്നെ നമ്മളെ എടത്തുരുത്തി പുളിച്ചോട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഭോത്സവം സംഘടിപ്പിച്ചു. പുളിച്ചോട് കിസാൻ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ അംഗം ബിജു വിജയ് നെല്ലിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഷാജി കണ്ണങ്കിലകത്ത് മുഖ്യാതിഥിയായി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KS ആനന്ദ് ക്ലാസ് നയിച്ചു. AV സതീഷ്, ദിനേശ് കൊല്ലാറ, അഫ്സൽ കറപ്പം വീട്ടിൽ, PK ഷാജു, ഷാഫി പുളിക്ക വീട്ടിൽ, RK ബദറുദ്ദീൻ, ദിനാർ കൂട്ടമംഗലം, രജനി സന്തോഷ്, അംബിക സുരേഷ് ബാബു, NR ഖാൻ, ജൂലിയറ്റ്, ജോബി അരണാട്ടുകരക്കാരൻ, സദ്ദാം പുതിയ വീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. എല്ലാവരും പുളിച്ചോട് കൂട്ടായ്മ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ വിജയിച്ചവർക്ക് എല്ലാവർക്കും സമ്മാനങ്ങൾ കൊടുക്കുന്ന ഒരു പതിവാണ് പുളിച്ചോട് കൂട്ടായ്മ ചെയ്യുവാറുള്ളത്. അതാണ് എല്ലാത്തിൽ നിന്ന് വ്യത്യസ്തമായി എന്നുള്ളതുകൊണ്ട് എടുത്തു പറയുന്നത്. 10ാം ക്ലാസ്സിലും അതുപോലെ തന്നെ +2 പഠിക്കുന്നവർക്കൊക്കെ സമ്മാനങ്ങൾ കിട്ടാറുണ്ട് അല്ലേ? അതുവരെ എല്ലാവരും ചോദിക്കുള്ളൂ. ഡിഗ്രി പാസ്സായി കഴിഞ്ഞാൽ ആരും ചിലപ്പോൾ അങ്ങനെ ചോദിക്കായിരിക്കും. ഏരിയതായി കഴിഞ്ഞാൽ അപ്പോൾ പാസ്സായാം എന്ന് ചോദിക്കും. പക്ഷെ ഇങ്ങനെ സമ്മാനം കൊടുക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ്. ലയൺസ് ക്ലബ്ബ് ഓഫ് ചന്ദ്രാപിന്നി ലജൻസിൽ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ അംഗങ്ങൾക്ക് സ്വീകരണവും നൽകി. ലയൺസ് ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് UU രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ AD ദീപക് പുതിയ അംഗങ്ങളെ സ്വീകരിച്ചു. LCIF കോർഡിനേറ്റർ RI സക്കറിയ, അഡ്വക്കേറ്റ് TR ശോഭകുമാർ, ക്ലബ്ബ് സെക്രട്ടറി KG മനോജ്, പ്രസന്നൻ തറയിൽ, ശ്യാൽ ഭാസ്കർ, അജിത രവീന്ദ്രൻ, UU ശശീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ആരോടും ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല. എന്ന ദിവസം ലയൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ലിബർട്ടി, ഇൻ്റലിജൻസ്, അവർ നാഷൻ സേഫ്റ്റി അല്ലേ? ഇന്ത്യക്കാരൻ പറയണതും ലയൺസ് എന്നാണ്. ഇന്ത്യക്കാരൻ പറയണതും എന്താ? നമുക്ക് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ ബുദ്ധിശക്തിയും കഴിവും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം. ഇത് തന്നെയല്ലേ അമേരിക്കക്കാരനും പറയണത്? ലയൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലും ഇത് തന്നെ പറയണത്. അതേപോലെ ചൈനക്കാരനും പറയണത് തന്നെയാണ്, തായ്ലൻഡുകാരനും പറയണത് ഇതാണ്, തൈവാൻകാരനും പറയണത് തന്നെയാണ്, പാകിസ്ഥാനി പറയണത് ഇത് തന്നെയാണ്, ബംഗ്ലാദേശി പറയണത് ഇത് തന്നെയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാരി ദിനത്തോടനുബന്ധിച്ച് ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ആയുർവേദ മെഡിക്കൽ അസോസിയേഷന്റെ സഹകരണത്തോടെ നടത്തിയ മെഡിക്കൽ ക്യാമ്പ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് പി പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് CS നിഷാദ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സിരി സൂരജ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഡോക്ടർ KG ആതിര യോഗ പരിശീലനം നൽകി. മണ്ഡലം കൺവീനർ MR സച്ചിദാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി KS അബ്ദുൽ ജബ്ബാർ, ട്രഷറർ PS പ്രസന്നകുമാർ, ശരത് ചന്ദ്രൻ, സദാനന്ദൻ, ബാബു കാരയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഹിമാചൽ പ്രദേശിലെ കുളു മണാലി താഴ്വരകളെ ബന്ധിപ്പിക്കുന്ന മനോഹരമായ ഹംറ്റ പാസ് 14,065 അടി പർവ്വതാരോഹണ സാഹസിക യാത്ര പൂർത്തിയാക്കി മലയാളി സുഹൃത്തുക്കൾ. ചേറ്റുവ സ്വദേശി പ്രവാസിയായ PB ഹുസൈന്റെ മകൻ ഫാസിൽ, ആലുവ സ്വദേശിയായ രാഹുൽ ഗിരിജൻ എന്നിവരാണ് പർവ്വതാരോഹണ സാഹസിക യാത്ര വിജയകരമായി പൂർത്തിയാക്കിയത്. ആകാശത്തെ തൊടുന്ന ഇന്ദ്രസൻ മലനിര പ്രദേശവാസികളുടെ വിശ്വാസത്തിൽ ഇന്ദ്രദേവന്റെ ഭൂമിയിലെ സിംഹാസനമെന്നറിയപ്പെടുന്ന പുണ്യപർവ്വതമാണ് ഇത്. മഞ്ഞും പാറക്കെട്ടുകളും നിറഞ്ഞ ഏകദേശം 20,400 അടി ഉയരമുള്ള ഇന്ദ്രസൻ പർവ്വതനിരയുടെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്നതാണ് ഈ പ്രദേശം. ഫാസിലും രാഹുലും ദുബായിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നവരും സഹപാഠികളുമാണ്. പർവ്വതങ്ങളും കാടുകളും ട്രക്കിങ്ങും ഇഷ്ടപ്പെടുന്ന ഇവർ സാഹസികത ഇഷ്ടപ്പെടുന്നവരാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. കുട്ടിക്കാലത്ത് എന്ത് ചെയ്യണം? മാവേലിയറിയാൻ പോണം, മൂടി പുതച്ചുറങ്ങണം, സ്കൂളിൽ പോകണം. പണ്ടേ നമ്മൾ മലയാളികൾ സ്കൂളിൽ പോയിരുന്നു. നാടിനൊരു ആപത്ത് വന്നാൽ നാട് വിടും, കട്ടിൽ നിന്ന് നടിക്കും, കട്ടയ്ക്ക് നിന്ന് നേരിടും. നമ്മൾ മലയാളികളുടെ വിഷൻ എന്നും വലുതായിരുന്നു. അതിപ്പോൾ ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുടെ കാര്യത്തിലായാലും 41 ലക്ഷത്തിലധികം ഡിജിറ്റൽ TV ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾ, 7000-ലധികം ഓപ്പറേറ്റർ പാർട്ണർമാർ, 2 പതിറ്റാണ്ടിന്റെ വിശ്വാസം. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ്. കേരള വിഷൻ, കേരളത്തിന്റെ വലിയ വിഷൻ. വാർത്തകൾ തുടരുന്നു. നാട്ടിക ശ്രീ വൈലി ഭദ്രകാളി ദുർഗാദേവി ക്ഷേത്രത്തിൽ രാമായണ ഭക്തി പ്രഭാഷണവും ഔഷധക്കഞ്ഞി വിതരണവും നടത്തി. മാനവശ്രീ അവാർഡ് ജേതാവ് ഗിരീഷ് ഏറാട്ട് രാമായണത്തെക്കുറിച്ച്, കർക്കിടക മാസത്തിന്റെ പ്രത്യേകതയെക്കുറിച്ചും പ്രഭാഷണം നടത്തി. ക്ഷേത്ര മേൽശാന്തി രാജേഷ് വളവത്ത്, ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് ലാൽ ഊണുങ്ങൽ, സെക്രട്ടറി TK സുനിൽ, ഖജാൻജി സുനിൽ കുമാർ TV നേതൃത്വം നൽകി. മുസ്ലിങ്ങൾക്ക് രാമായണമുണ്ടോ? മലബാറിൽ ചൊല്ലി കേൾക്കുന്ന മാപ്പിള രാമായണം മുസ്ലിങ്ങളുടെ ഇടയിൽ പാടിപ്പതിഞ്ഞു വന്നിട്ടുള്ള രാമായണമാണ്. അതിന്റെ വളരെ നിസ്സാര വരികൾ മാത്രമേ ഇന്നുള്ളൂ. അപ്പൊ ജാതി മത ഭേദമന്യേ, വർണ്ണഭേദമന്യേ എല്ലാവരുടെ ഇടയിലും എന്തുണ്ട്? രാമായണം ഉണ്ട്. രാമന്റെ കഥയ്ക്ക് ഇന്നും സാംഗത്യമുണ്ട്. യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനാഘോഷം നടത്തി. മണലൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാരമുക്ക് SNGS സ്കൂൾ പരിസരത്ത് പതാക ഉയർത്തി. KSU സംസ്ഥാന കമ്മിറ്റി അംഗം CV വിമൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സിജോൻ ജോസ് അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ സെക്രട്ടറി ടോലി വിനീഷ് ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. നേതാക്കളായ ഹരോൾഡ് പെരുമാടൻ, ജേസൺ ആന്റണി, അരുൺ മുരളീധരൻ, പോൾസൺ പോൾ, ജിയോ തെക്കത്ത്, ഡെൽസൺ, അഭിഷേക് തുടങ്ങിയവർ നേതൃത്വം നൽകി.
ഡിവൈഎഫ്ഐ മണലൂർ ഹൈസ്കൂൾ യൂണിറ്റ്, ബാങ്ക് സെന്റർ യൂണിറ്റ് എന്നിവർ സംയുക്തമായി ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരം നടത്തി. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനം തൃശൂർ നടക്കുന്നതിന് ഭാഗമായി നടത്തിയ പരിപാടി മേഖലാ സെക്രട്ടറി അജീഷ് കെ ഉദ്ഘാടനം നടത്തി. മത്സരവിജയികൾക്ക് CPM ലോക്കൽ സെക്രട്ടറി MK സദാനന്ദൻ സമ്മാനം നൽകി. ആഷിഖ് ആൻഡ്രൂസ് അധ്യക്ഷനായി. അരുൺ ആനന്ദ്, മേഖലാ പ്രസിഡന്റ് നിവിൻ മനോഹരൻ, മേഖലാ കമ്മിറ്റി മെമ്പർ നവീൻ പ്രിൻസ്, അഭിജിത്ത് TB, അശ്വിൻ ദാസ്, യൂണിറ്റ് കമ്മിറ്റി മെമ്പർ ഉണ്ണികൃഷ്ണൻ, അവിൻ ഷാജി, ദേവൻ എന്നിവർ നേതൃത്വം നൽകി. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ മണലൂർ മേഖലാ കമ്മിറ്റി പതാക ദിനം ആചരിച്ചു. അരുൺ ആനന്ദ് സ്വാഗതം പറഞ്ഞു. മേഖലാ പ്രസിഡന്റ് നിവിൻ മനോഹരൻ അധ്യക്ഷനായി. മേഖലാ സെക്രട്ടറി അജീഷ് KA പതാക ഉയർത്തി. KV ഡേവിസ്, MK സദാനന്ദൻ, PS പ്രസാദ്, ആഷിഖ് ആൻഡ്രൂസ് എന്നിവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടിക ശ്രീനാരായണ ഹാളിൽ വെച്ച് മെഹന്തി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. വിജയികൾക്കുള്ള സമ്മാനദാനം CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു നിർവഹിച്ചു. ഡിവൈഎഫ്ഐ നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് PH മണികണ്ഠൻ അധ്യക്ഷനായി. CPM ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ PI സജിത, KB ഹംസ, AN നിസാർ, TG നിഖിൽ, BS ജോത്സ്ന, ജിജേജ്, റജീന രാജു എന്നിവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐയുടെ 16ാമത് സംസ്ഥാന സമ്മേളനം ഈ വരുന്ന ആഗസ്റ്റ് മാസം 19-ാം തീയതി മുതൽ 22-ാം തീയതി വരെ നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശൂരിൽ വെച്ച് നടക്കുകയാണ്. ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചിടത്തോളം സംഘടന രൂപീകരിച്ച് 46 വർഷങ്ങൾ പിന്നിടുമ്പോൾ ആദ്യമായാണ് സംസ്ഥാന സമ്മേളനം തൃശ്ശൂർ ജില്ലയിൽ വെച്ച് നടക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ ജില്ലയിലാകമാനം വിവിധ തരത്തിലുള്ള കായിക സാംസ്കാരിക മേഖലയിലെ നിരവധിയാർന്ന അനുബന്ധ പരിപാടികളാണ് നമ്മുടെ ജില്ലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിക ബ്ലോക്കിനകത്ത് പോലും സമ്മേളനത്തിൻ്റെ പ്രചരണാനുബന്ധ പരിപാടി എന്ന നിലയിൽ ഇന്നിവിടെ നമ്മൾ മെഹന്തി ഫെസ്റ്റ് സംഘടിപ്പിക്കുകയാണ്. ഏകദേശം 50ഓളം വരുന്ന മത്സരാർത്ഥികൾ ഇന്ന് നടക്കുന്ന ഈ മെഹന്തി ഫെസ്റ്റിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫുട്ബോൾ ടൂർണമെൻറ്റ്, വടംവലി മത്സരം, അങ്ങനെ നിരവധിയാർന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ഈ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. CPI സെപ്റ്റംബർ 1 നടത്തുന്ന പാർലമെന്റ് മാർച്ചിന്റെ മുന്നോടിയായി മണലൂർ ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥ CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം രാഗേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. VG രാധാകൃഷ്ണൻ അധ്യക്ഷനായി. CPI ജില്ലാ കൗൺസിൽ അംഗം PK കൃഷ്ണൻ, മണ്ഡലം കമ്മിറ്റി അംഗം സാജൻ മുടവങ്ങാട്ടിൽ, ജാഥ ക്യാപ്റ്റൻ MR മോഹനൻ, വൈസ് ക്യാപ്റ്റൻ സീത ഗണേഷ്, ഡയറക്ടർ PK ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മിനി ഉണ്ണികൃഷ്ണൻ, വാസന്തി അനിൽകുമാർ, PK മോഹനൻ, രാജേഷ് തെക്കേപുരയ്ക്കൽ, രജേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷീബ സന്തോഷ്, അമ്പിളി ശശി, സുഖില മോഹനൻ, യദു ഗണേഷ്, പ്രതീഷ്, ഉഷ ദിലീപ് എന്നിവർ നേതൃത്വം നൽകി. സമാപന സമ്മേളനം CPIയുടെ മുതിർന്ന നേതാവ് CN ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ ദിനാചരണവും യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും പതാക ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷൈൻ നാട്ടിക ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് AV യദുകൃഷ്ണ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് രാനിഷ് K രാമൻ, യൂത്ത് കോൺഗ്രസ് താന്യം മണ്ഡലം പ്രസിഡന്റ് റോയ്, കോൺഗ്രസ് നേതാക്കളായ PSP നസീർ, അശ്വിൻ ആലപ്പുഴ, ഉമ്മർ പഴുവിൽ, വലപ്പാട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിൻ കരിപ്പായി, അന്തിക്കാട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുധാകർ വൈലോപ്പിള്ളി, യദു തോപ്പിൽ, അൻവർ തളിക്കുളം, ഹരി അന്തിക്കാട് എന്നിവർ സംസാരിച്ചു. 1920 ആ ക്വിറ്റ് ഇന്ത്യ ദിനത്തിൻ്റെയൊക്കെ ഭാഗമായി 1920 യൂത്ത് കോൺഗ്രസ് ആരംഭിക്കാൻ തീരുമാനിച്ചതാണ്. പക്ഷേ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ തന്നെ ഈ യൂത്ത് കോൺഗ്രസ് പിറവിയെടുത്തത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ പ്രാധാന്യം പോലെ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ എല്ലാ സമരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വിജയം വരെ പോരാടിയ ഒരു സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. വാടാനപ്പള്ളി ലയൺസ് ക്ലബിന്റെയും എൻഡ്യൂറൻസ് അത്ലറ്റിക്സ് ഓഫ് തൃശൂരിന്റെയും ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. വാടാനപ്പള്ളി ചിലങ്ക ബീച്ചിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം വാടാനപ്പള്ളി സബ് ഇൻസ്പെക്ടർ വിഷ്ണു രാമചന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. വാടാനപ്പള്ളി ലയൺസ് ക്ലബ് പ്രസിഡന്റ് റലീഷ് രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ എൻഡ്യൂറൻസ് അത്ലറ്റിക്സ് പ്രസിഡന്റ് പ്രദീപ് കുമാർ, വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത്, സെക്രട്ടറി റീമോൻ ആന്റണി, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ഭദ്ര, സുഗന്ധൻ, ലയൺസ് ഡിസ്ട്രിക്ട് സെക്രട്ടറി MC മദനകുമാർ, ക്ലബ്ബ് സെക്രട്ടറി പ്രവീൺജിത്ത്, കൊണ്ടറപ്പശ്ശേരി,
ട്രഷറർ MV ബിജിത്ത് എന്നിവർ സംസാരിച്ചു. എൻഡ്യൂറൻസ് അത്ലറ്റിക്സ് തൃശൂരിന്റെയും വാടാനപ്പള്ളി ലയൺസ് ക്ലബിന്റെയും 200-ൽ പരം മെമ്പർമാർ 10 കിലോമീറ്റർ നടത്തിയ കൂട്ടഓട്ടത്തിൽ പങ്കെടുത്തു. ഈ ഓപ്പറേഷൻ തൂഫാൻ അപ്പോൾ നിങ്ങൾക്കറിയാം അത് എത്രമാത്രം നമ്മുടെ സമൂഹത്തിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. കാരണം അത്രയ്ക്കും നല്ല റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ലഹരി എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് എത്തിക്കഴിഞ്ഞു. കാര്യം ഞാൻ ഇതിനു മുമ്പ് കോഴിക്കോട് ബേപ്പൂരായിരുന്നു വർക്ക് ചെയ്തത്. അപ്പോൾ എനിക്ക് അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാം. ഞാൻ ഇപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തിട്ട് 2 ആഴ്ച ആവുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ എല്ലാം യൂസർ ഫ്രണ്ട്ലി ഡ്രഗ്സ് ആണ്. അതായത് ഇപ്പോൾ മദ്യമൊക്കെ അടിച്ചു നടക്കണ ഒരാളെ കണ്ടാൽ നമുക്കറിയാം, സ്മെല്ല് ചെയ്താൽ അറിയാം, ആളുടെ കണ്ണ് കണ്ടാൽ അറിയാം. പക്ഷേ ഈ MDMA പോലത്തെ സാധനങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡെയിലി റുട്ടീൻ അല്ലെങ്കിൽ അവരുടെ ഡെയിലി ബിഹേവിയറിൽ വരുന്ന മാറ്റങ്ങൾ കണ്ടിട്ട് മാത്രമേ നമുക്ക് ഒരാൾ ഇതിന് അഡിക്റ്റ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഏങ്ങണ്ടിയൂർ BLS പത്രവായന ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. വാടാനപ്പള്ളി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ SB ആദർശ് ഉദ്ഘാടനം ചെയ്തു. BLS പ്രസിഡന്റ് OK പ്രൈസൺ അധ്യക്ഷത വഹിച്ചു. മുഖ്യ രക്ഷാധികാരി മനോജ് തച്ചപ്പള്ളി, സെക്രട്ടറി അനിൽകുമാർ പണിക്കശ്ശേരി, സവിത സന്തോഷ് എന്നിവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ സ്കൂളുകളിലെ പ്രതിനിധികളായി പ്രവീൺ M, ബിജു ആന്റണി, സ്മിത ഗിരീഷ്, ലൈന രാജേഷ്, PB ലിജി എന്നിവർ പങ്കെടുത്തു. ക്വിസ് മത്സര വിജയികളായി UP വിഭാഗത്തിൽ ഭാസ്കർ N സുവിൻ, ശ്രീഷൈൻ C, ആദിത്യൻ, ഹൈസ്കൂൾ വിഭാഗത്തിൽ ഋതു റൈക്ക, അമേയ, നിഹാരിക, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അനയ്, ആർച്ച സിംഗ്, അൽഖ ഉണ്ണികൃഷ്ണൻ എന്നിവർ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. UP വിഭാഗത്തിൽ തിരുമംഗലം സ്കൂളും ഹൈസ്കൂൾ വിഭാഗത്തിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലും നാഷണൽ സ്കൂൾ ഏങ്ങണ്ടിയൂരും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. ഏങ്ങണ്ടിയൂരിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 250ഓളം വിദ്യാർത്ഥികളാണ് ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തത്. ഞാൻ ഈ സർവീസിനിടയിൽ 10 ജില്ലയിലായിട്ട് ഒരുപാട് ക്ലബ്ബുകളും സ്പോർട്സ് മറ്റ് യുവജന പ്രസ്ഥാനങ്ങൾ നടത്തുന്ന വേദികൾ, വായനശാലകൾ, ഒരുപാട് പരിപാടിക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇത്രയും ആത്മാർത്ഥമായി, ഞാനത് വളരെ സത്യസന്ധമായി പറയുന്ന വാക്കുകളാണ്, ഇത്രയും ആത്മാർത്ഥമായി ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറയുടെ വളർച്ചയ്ക്കും അവരെ നേർവഴിക്ക് നയിക്കുന്നതിനുമായി വളരെ ഡെഡിക്കേഷനോടുകൂടി സത്യസന്ധമായി യാതൊരു ദുരുദ്ദേശങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഉദ്ദേശങ്ങളോ ഒന്നുമില്ലാതെ വളരെ ആത്മാർത്ഥമായി നടത്തുന്ന ഈ BLS ഭാരവാഹികളോട് ആദ്യമേ തന്നെ എൻ്റെ ഒരു നന്ദിയല്ല, അതിനപ്പുറമുള്ള വാക്കുകൾ ഞാൻ അറിയിക്കുകയാണ്. ദേശീയ വ്യാപാരി ദിനത്തോടനുബന്ധിച്ച് കണ്ടശാങ്കടവ് മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാരി ദിനം ആഘോഷിച്ചു. കണ്ടശാങ്കടവ് വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ജോയ്മോൻ പള്ളിക്കുന്നത്ത് പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു. മുതിർന്ന വ്യാപാരികളായ EO ജോസ്, NA ജോർജ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി വർഗീസ് P ചാക്കോ, ട്രഷറർ PS സുരാജ്, വെൽഫെയർ സൊസൈറ്റി ട്രഷറർ EJ ജെയ്സൺ, TD ജോവി, EJ എഡ്മണ്ട്, AJ ജിജോ എന്നിവർ സംസാരിച്ചു. നമ്മുടെ കച്ചവടങ്ങളെല്ലാം നമ്മുടേതായി മാറ്റുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ ഒന്നല്ലെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യമാണ് അന്ന് നമ്മൾ പ്രഖ്യാപിച്ചിരുന്നത്. അതിന്റെ ഓർമ്മയാണ് നമ്മൾ ഇന്ന് നമ്മുടെ കച്ചവടക്കാരെ, നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുത്തകകള്, നമ്മുടെ ഓരോരോ മാളുകളും ഓരോരോ ഏജൻസികളും എടുത്തുകൊണ്ട് നമ്മുടെ നാടിനെ, നമ്മുടെ ചെറുകിട കച്ചവടക്കാർ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിന്റെ ഓർമ്മയ്ക്കായി നമ്മൾ ഇന്ത്യയിലെ എല്ലാ കച്ചവടക്കാരും ഇന്ന് ആഗസ്റ്റ് 9, ഇന്ന് ഈ ആഗസ്റ്റ് 9 നമ്മുടെ കച്ചവട ദിനം, വ്യാപാര ദിനം ആഘോഷിക്കുകയാണ്. വാടാനപ്പള്ളി ശങ്കരമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടത്തിയ ഇലനിറ ഭക്തി നിർഭരമായി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് ദിവാകരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഇത്തം ജപിച്ചതു കേട്ടു ശുഗന്ധാനും ഇത്തം ജപിച്ചതു കേട്ടു. ശങ്കരമംഗലം ദേവസ്വം ട്രസ്റ്റിയുടെ കീഴിലുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഇല്ലനിറ വളരെ ഭംഗിയായി നടത്തുവാൻ കഴിഞ്ഞു. അടുത്ത് ഓഗസ്റ്റ് 24 മുതൽ ദശാവതാര ചാർത്തിന് തുടക്കം കുറിക്കുകയാണ്. സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി. ഈ ട്രസ്റ്റിയുടെ കീഴിലുള്ള മറ്റൊരു ക്ഷേത്രമാണ് ദേവീക്ഷേത്രം. അവിടെയും അടുത്ത ഞായറാഴ്ച ഇല്ലനിറ നടക്കുകയാണ്. ക്ഷേത്രം ഭക്തരുടെ എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഇപ്പോഴത്തെ ഭരണസമിതി എല്ലാ മാറ്റങ്ങളും വരുത്തിക്കൊണ്ടിരിക്കുന്നത്.
ക്ഷേത്രം നിലനിന്ന് പോകുന്നത് ഭക്തരുടെ സഹകരണത്താലുമാണ്. അത് തുടർന്നും പ്രതീക്ഷിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഴിമാവ് പാലത്തിൽ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാത്തതിനെതിരെ താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ചൂട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു. തൃപ്രയാർ ജലോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. പാർലമെന്റ് മാർച്ചിന്റെ മുന്നോടിയായി CPI കാൽനട പ്രചരണ ജാഥകൾ നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.